السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അവറുകളെ, സ്വാഗതം മോദിയ ഖാദർ മാഷ്, അഭിനന്ദരായ കുട്ടി ഹസൻ ദാരിമി ഉസ്താദ് അവറുകൾ, ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച CH സെൻ്ററിൻ്റെ നെടുന്തൂണുകളായ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യം മറ്റുള്ളവർക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ്. ഇത് നമ്മളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നൊരു ഫാക്റ്റായിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു സെൻറ്റർ ചൂലൂർ എന്നല്ല, ഇങ്ങോട്ട് പറയാം, ചൂലൂർ CH സെൻറ്റർ, ഇവിടെയുള്ളൊരു ഊഷ്മളത അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാംത്ത്, അതും ഒരു ചാരിറ്റി സംവിധാനത്തോട് ചേർന്ന് നിന്ന് ഇത്രയും വലിയ നേതാക്കന്മാർ, പഞ്ചായത്ത്, മണ്ഡലം, ജില്ല, മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഭാരവാഹിത്വമുള്ളവർ, MP അടക്കമുള്ളവർ, മെമ്പർ ഓഫ് പാർലമെൻറ്റാണ് ബഷീർ സാഹിബ്, ഒരുപാട് പ്രവർത്തകർ ഈ ഒരു സമയം നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് എൻ്റെ ഈ ചെറിയൊരു സന്ദർശനത്തിൻ്റെ ഭാഗമാകാൻ അവരൊക്കെ കാണിച്ച ഒരു സന്മനസ്, ആ ഒരു ഹോസ്പിറ്റാലിറ്റി, ഇത് അള്ളാഹു തിരഞ്ഞെടുത്ത അല്പം ചില ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു നന്മയാണ്. നമുക്കൊക്കെ നമ്മുടെ വീടുമായി കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അല്ലേ? നമ്മുടെ മക്കളുമായി കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ യാത്ര കഴിഞ്ഞ് വരികയാണ്, എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം എന്ന്, മക്കളെ കാണണമെന്ന് തോന്നുന്നുണ്ട്, എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. പക്ഷേ ഇവരിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടെയുള്ള അന്തേവാസികളായ ആളുകൾക്ക്. അവരിൽ നിന്ന് എന്തെങ്കിലും കൈപ്പറ്റാനാണോ? ഒന്നുമല്ല. ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, അതിനുവേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ സമയമാണ്. അത് രോഗികൾക്കും ഇവിടുത്തെ അന്തേവാസികളായ ആളുകൾക്കുമൊക്കെ നൽകാൻ, അതോടൊപ്പം ഇത്തരം ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഖാദർ മാഷ് സൂചിപ്പിച്ചല്ലോ, ഒരു ചെറിയ കളങ്കം പോലും ആർക്കും പറയാൻ കഴിയാത്ത വിധം കുറ്റമറ്റ രീതിയിൽ ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊരു വലിയ ടാസ്ക്കാണ്. സഹായിക്കുന്നവർ കാശ് കൊണ്ടുപോയി കൊടുക്കൂ, പക്ഷേ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ, ഒരു ഫങ്ഷനിങ്, ഇവിടെ ഒരു കൃത്യമായൊരു സിസ്റ്റം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് ഏതൊരു സ്ഥാപനത്തെയും നമുക്ക് പെട്ടെന്ന് അവിടെ കാലെടുത്ത് വെക്കുമ്പോഴേ മനസ്സിലാവും നമുക്ക് അവിടുത്തെ സിസ്റ്റം ഉണ്ടോ, ഒരു കയോട്ടിക് ആണോ, സിസ്റ്റമാറ്റിക് ആണോ എന്ന്. ഇത് വളരെ സിസ്റ്റമാറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി നമ്മുടെ ഈ സ്ഥാപനത്തെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ, ഉസ്താദുമാർ, മുഹമ്മദ് അലി ഉസ്താദ്, ബാക്കവി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതരുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ജീവനാഡികളായ ഒരുപാട് പ്രവർത്തകർ. ഷിഹാബ് എയർപോർട്ടിൽ ഞങ്ങൾ എപ്പോഴും സഹായിക്കുന്ന സുഹൃത്താണ്. അപ്പോൾ ഷിഹാബ് സൂചിപ്പിക്കാറുണ്ട്, CH സെൻ്ററിൽ ഒന്ന് വന്ന് കാണണം. എനിക്ക് സമയം കിട്ടാറ് വളരെ ഓട്ടത്തിനായതിൻ്റെ പേരിൽ കഴിയാറില്ല. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം വരാമെന്ന് ഷിഹാബിന് ഞാൻ വാക്കുകൊടുത്തതായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തകരൊക്കെ നമ്മളെല്ലാവരെയും പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ജീവിതം ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ്. നമ്മൾ ഇവിടെ എങ്ങനെ ജീവിച്ചാലും അള്ളാഹു നിശ്ചയിച്ചൊരു ആയുസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പടച്ചവനെ കാണാൻ വേണ്ടി പോകേണ്ട ഒരു ലോകമാണിത്. ആരോഗ്യമുള്ളവരും സമ്പത്തുള്ളവരെയും അള്ളാഹു ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടുമാണ് പരീക്ഷിക്കുന്നത്. അതൊരു പരീക്ഷണമാണ്. ആരോഗ്യമില്ലാത്തവർ, ദാരിദ്ര്യമുള്ളവർ, അവരെ ആ രീതിയിൽ അള്ളാഹു പരീക്ഷിക്കും. പടച്ചവൻ നോക്കുകയാണ് നമ്മളെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ വിധിയെ നമ്മൾ നേരിടുന്നത്. പിന്നെ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നത് അള്ളാഹുവാണ്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം, പ്രവാചകന്മാർ രോഗികളായിട്ടുണ്ട്, അല്ലേ? വലിയ വലിയ ആളുകൾ, സജ്ജനങ്ങൾ, നേതാക്കന്മാർ, സാധാരണക്കാർ. രോഗം ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയായി അല്ലെങ്കിൽ പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിലൊന്നും നമ്മൾ ഒരിക്കലും തളരുകയോ അല്ലെങ്കിൽ മനസ്സ് മടുക്കുകയോ ഒട്ടുമരുത്.
അയ്യൂബ് നബി അലൈഹിസ്സലാം അസുഖബാധിതനായി കിടന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, റഹ്മത്ത് ബീവി, നിങ്ങൾ അള്ളാഹുവിനോട് എനിക്കൊരു ശമനം തരയണമേ എന്ന് ഇതുവരെ ചോദിച്ചില്ലല്ലോ. അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി, 81 വർഷം ആരോഗ്യത്തോടുകൂടെ ജീവിച്ച നമ്മൾ കുറച്ച് കാലം അസുഖം വന്നപ്പോഴേക്കും ആ 81 വർഷത്തിന് പകരം ഒരു 81 കൊല്ലത്തെ രോഗമൊന്നും തന്നിട്ടില്ലല്ലോ പടച്ചോൻ. നമ്മൾ കഴിഞ്ഞു പോയ ഒരു 81 വർഷത്തെ ആരോഗ്യമുള്ള കാലം, ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് രോഗിയാവുന്നത്. ആ ഒരു കാലഘട്ടത്തെ ഈ ഒരു ചെറിയ സമയത്തിന് വേണ്ടി പടച്ചവനോട് പരാതി പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ച ഒരു പ്രവാചകൻ. അവസാനം അദ്ദേഹം മഹാനവർ ഒരു പ്രാർത്ഥന നടത്തി. ഖാല റബ്ബി ഇന്നി മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റാഹിമീൻ. അതാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും മനോഹരമായൊരു പ്രാർത്ഥന. റബ്ബി ഇന്നി മസ്സനിയൽ ദുർ വ അൻത അർഹമുർ റാഹിമീൻ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുവേ, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു. റബ്ബി ഇന്നി മസ്സനിയൽ ദുർ, എനിക്ക് പ്രയാസം സംഭവിച്ചിരിക്കുന്നു. വ അൻത, നീ അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യാൻ കഴിയുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ നീയാണല്ലോ. ഇതിലൊരിക്കലും എനിക്ക് നീ കരുണ താ, എനിക്ക് സുഖമാക്കി താ എന്ന് ചോദിച്ചില്ല എന്നതാണ് വലിയൊരു അത്ഭുതം. നമുക്ക് അത്രയും വലിയ പ്രയാസം. അയ്യൂബ് നബി അലൈഹിസ്സലാം നാവുകൊണ്ട് ദിക്ർ പോലും ചൊല്ലാൻ കഴിയാതെ പ്രയാസപ്പെട്ടപ്പോഴാണിത് പറഞ്ഞത്. എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ. നമുക്കൊക്കെ അള്ളാഹുവിനോട് പറയാനുള്ളതും അതുതന്നെയാണ്. പ്രവാചകന്മാർ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആഴ്ചയോളം ശക്തമായ പനി ബാധിച്ചുകൊണ്ടാണ് മരണത്തിലേക്ക് നീങ്ങുന്നത്. പ്രവാചകരുടെ മക്കളിൽ 7 മക്കൾ അവർ ജീവിച്ചിരിക്കെ വഫാത്താവുകയും അവരൊക്കെ സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്യേണ്ടി വരികയും ചെയ്ത ജീവിതത്തിൻ്റെ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന പ്രവാചകരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു അസുഖത്തിനും ശിഫയുണ്ട്. അത് അല്ലാഹു കണക്കാക്കിയ ഒരു കുറഞ്ഞ സമയത്തേക്ക് മാത്രമുള്ളൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഒരിക്കലും അള്ളാഹുവിനോട് നമുക്കൊരു വെറുപ്പോ, എന്തേ എന്നോടിങ്ങനെ, എന്തേ എനിക്കിങ്ങനെ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഓരോ നിമിഷവും നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിനും വേദനയ്ക്കും നമ്മുടെ പാപങ്ങളെ അള്ളാഹു കരിച്ചു കളയുകയും പരലോകത്ത് സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ രോഗികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചില ആളുകളൊക്കെ പരലോകത്ത് വരുമ്പോൾ അവർ ചെയ്യാത്ത നന്മകൾക്ക് ഒരുപാട് കൂലികളിങ്ങനെ അവരുടെ റെക്കോർഡിൽ കാണുമ്പോഴേ അവർ ചോദിക്കത്ര, പടച്ചവരെ, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിനക്ക് പനി വന്നിരുന്നില്ലേ? നിനക്ക് തലവേദന ഉണ്ടായിരുന്നില്ലേ? നിനക്ക് അസുഖം ഉണ്ടായിരുന്നില്ലേ? നിനക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടായില്ലേ? നിനക്ക് ഇന്ന അസുഖങ്ങളുണ്ടായില്ലേ? ആ വേദനയൊക്കെ നീ സഹിച്ചില്ലേ? ആരോടും പരാതി പറഞ്ഞില്ലല്ലോ. അതിനൊക്കെ ഞാൻ ഇന്ന് പ്രതിഫലമായി തന്നിരിക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ കൊതിച്ചു പോകും, പടച്ചവൻ എൻ്റെ ജീവിതം മുഴുവനങ്ങ് പരീക്ഷണമായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ പ്രതിഫലം എനിക്ക് ഇവിടെ കിട്ടുമായിരുന്നുവല്ലോ എന്ന്. അതുകൊണ്ട് ഏത് സുഖമാണെങ്കിലും അസുഖമാണെങ്കിലും പടച്ച തമ്പുരാനോട് നമുക്ക് അവലാതിയും അള്ളാഹുവിനോട് ബോധിപ്പിക്കുകയും അവൻ തന്ന ആരോഗ്യത്തിനും അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കും നന്ദിയും, എന്തെങ്കിലും പരീക്ഷണമുണ്ടെങ്കിൽ ക്ഷമയും, ഇത് രണ്ടും നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ വസന്തമാണ്. നമ്മുടെ രോഗികൾക്കൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളൊരു മനുഷ്യരെന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അവിടെ ജാതിയും അതൊന്നുമില്ല, നമ്മളൊക്കെ മനുഷ്യരാണ്. അസുഖവും വേദനയും സുഖമില്ലായ്മയുമൊക്കെ ഓരോരുത്തരും അനുഭവിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെ മരണവും നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാനോട് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. രോഗികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. കാരണം രോഗികളുടെ മുമ്പിൽ അള്ളാഹു എന്ന സ്രഷ്ടാവിനെയും പടച്ച തമ്പുരാനെയും മാത്രമാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് ആഴമുണ്ട്, അതിന് മൂല്യമുണ്ട്, അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് രോഗികളുടെ അടുത്ത് നിന്ന് ദുആയ്ക്കും ഉത്തരമുണ്ടെന്ന്. രോഗികളുടെ അടുത്ത് പടച്ചവൻ തന്നെ ഉണ്ട് എന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും.
ഖിയാമത്ത് നാളിൽ നാളെ വിചാരണയ്ക്ക് വരുമോ, മരണശേഷം വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുമ്പോൾ ചില ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളെന്തേ ഞാൻ വിശന്നപ്പോൾ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? അപ്പോൾ പറയും, പടച്ചവനെ നിനക്ക് വിശക്കേ, നീ പടച്ചവനല്ലേ, വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലേ, നിനക്കെങ്ങനെ വിശക്കുന്നത്? എൻ്റെ എൻ്റെ അടിമ, ഇന്നാലിന്ന ഒരു പുരുഷൻ, ഒരു സ്ത്രീ, ഒരു കുട്ടി, അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞപ്പോഴേ എന്തേ നിങ്ങൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാതിരുന്നത്? അതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങളത് ചെയ്തിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഞാനിവിടെ തരുമായിരുന്നല്ലോ. പിന്നെ ചോദിക്കുന്നു, നിങ്ങൾ എന്തേ ഞാൻ ദാഹിച്ചപ്പോൾ എനിക്ക് വെള്ളം തരാതിരുന്നത്? പടച്ചോനെ നിനക്ക് ദാഹിക്കേ? അല്ലല്ല, എൻ്റെ ദാസനും എൻ്റെ ദാസിക്കും ദാഹം വന്നപ്പോഴേ നിങ്ങൾ കുടിക്കാനുള്ള വെള്ളം കൊടുത്തില്ലല്ലോ. എന്തേ എനിക്ക് വസ്ത്രം തരാതിരുന്നു? ഇതൊക്കെ ചോദിച്ചിട്ട് ഞാൻ രോഗിയായപ്പോൾ എന്തേ എന്നെ വന്ന് സന്ദർശിക്കാതിരുന്നത് എന്ന് ചോദിച്ചു. നോക്കണേ, ഈ സ്ഥാപനത്തിൽ എന്നും കയറിയിറങ്ങുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ഇതിൻ്റെ ഗുണകാംക്ഷി, ഇവിടുത്തെ വോളണ്ടിയേഴ്സ്, അവർക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഇത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ രോഗിയായപ്പോൾ എന്തേ എന്നെ വന്ന് കാണാതിരുന്നത്? അപ്പോൾ ചോദിക്കുകയാണ്, പടച്ചോനെ നിനക്ക് രോഗം വരെ, വഅൻത റബ്ബുൽ ആലമീൻ, നീ ലോകരക്ഷിതാവല്ലയോ? രോഗികൾ നിങ്ങളുടെ പരിസരങ്ങളിലുണ്ടായിരിക്കെ നിങ്ങൾ എന്തുകൊണ്ട് അവരെ ചെന്ന് സന്ദർശിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തില്ല? അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, അതിനു മുമ്പ് പറഞ്ഞതൊക്കെ പ്രതിഫലം കിട്ടുമായിരുന്നു എന്നാ. രോഗത്തിന് മാത്രം അല്ല പറയുന്ന വാക്ക് ലവജത്തനി ഇൻദ, ആ രോഗിയുടെ അരികത്ത് ഞാനുണ്ടായിരുന്നല്ലോ, എന്നെ വന്ന് നിങ്ങൾക്ക് കാണാമായിരുന്നല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയൊരു സാന്നിധ്യത്തിൽ, പടച്ചതമ്പുരാൻ്റെ സാന്നിധ്യത്തിലാണ് രോഗികളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ രോഗികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ. എല്ലാ വേദനയും വിഷമങ്ങളുമൊക്കെ എല്ലാം അവസാനിച്ച് ആരോഗ്യത്തോടെ സന്തോഷത്തോടെ അവരുടെ വീടുകളിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. തീർച്ചയായും എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകും. അള്ളാഹു ശിഫ നൽകട്ടെ. അതുകൊണ്ട് പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും തന്നെ നമുക്കൊരു പക്ഷേ ഒരു പരീക്ഷണം വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഇത്ര അടുക്കില്ലായിരുന്നു. പടച്ചതമ്പുരാനെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ നാളെയെക്കുറിച്ചോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ സമയം കിട്ടാത്ത ഒരു തിരക്ക് പിടിച്ച ലോകമാണിത്. അതുകൊണ്ട് നമ്മെ അല്പമെങ്കിലും നമ്മുടെ സൃഷ്ടാവിലേക്ക് അടുപ്പിക്കാൻ ചെറിയ ചെറിയ ദുഃഖങ്ങളും സങ്കടങ്ങളും കാരണമാവണം. അപ്പോഴാണ്, അതുകൊണ്ടാണ് ഒരു പരീക്ഷണമാകുന്നത് എപ്പോഴാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാൾക്ക് കാശ് കിട്ടി, ജോലിയുണ്ട്, സമ്പത്തുണ്ട്, വരുമാനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ പടച്ചവനിൽ നിന്ന് അകലുകയാണ്. ആ സമ്പത്ത് അയാൾക്ക് പരീക്ഷണമാണ്, അല്ലേ? ഒരാൾക്ക് രോഗമുണ്ട്, പക്ഷെ ആ രോഗം കൊണ്ട് അള്ളാഹുവിലേക്ക് അയാൾ അടുത്തിരിക്കുകയാണ്. ആ രോഗം അവർക്ക് അനുഗ്രഹമാണ്. ഏതാണോ നമ്മെ പടച്ചതമ്പുരാനിലേക്ക് അടുപ്പിക്കുന്നത് അതാണ് അനുഗ്രഹം. ജനങ്ങൾ വിചാരിക്കുന്ന കാശുണ്ടാവൽ അനുഗ്രഹം അല്ല, ഒരിക്കലുമല്ല. ആ കാശ് കൊണ്ട് നിങ്ങൾക്ക് രോഗികളെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഈ സ്റ്റേജ്, ഈ ഹാള്, ഇവിടുത്തെ കസേരകൾ, ഇവിടുത്തെ AC, ഇവിടുത്തെ സംവിധാനം, ഇതൊക്കെ ഓരോരുത്തരും സ്പോൺസർ ചെയ്ത ഖാദർ മാഷ് പറയായിരുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെയും വീർപ്പുതുള്ളിയാണ്, ഓരോരുത്തരുടെയും സംഭാവന. നമ്മുടെ ഓഫീസും നമ്മുടെ മസ്ജിദും നമ്മുടെ ക്യാൻറ്റീനും നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളും രോഗികൾക്ക് വേണ്ട സംവിധാനം, ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ വാഹനം, ഇതെല്ലാം ഓരോരുത്തരും ഒരുപക്ഷെ നമ്മുടെ ഈ CS സെൻ്റർ കണ്ടിട്ട് പോലുമില്ലാത്ത പ്രവാസികളടക്കമുള്ള ആളുകൾ ഇതിനു വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണെന്നറിയോ? അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ളിടത്തേക്ക് നല്ല ആളുകളുടെ മനസ്സുകളെ അള്ളാഹു ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോകും. അവിടെ ഒരു പ്രയാസം വരരുത്, അവിടെ ഒരു ബുദ്ധിമുട്ട് വരരുത്, അവിടുത്തെ രോഗികൾക്ക് ഭക്ഷണം കിട്ടാണ്ടാവരുത്. അതുകൊണ്ട് ചില സുമനസ്സുകളെ അള്ളാഹു ഇങ്ങോട്ട് തിരിച്ചു വിടുകയാണ്. അതുകൊണ്ടിത് അള്ളാഹുവിൻ്റെ സാന്നിധ്യമുള്ള ഒരു ഇടമാണ്. അത് നമ്മൾ ശരിക്കും ബോധിക്കണം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ചിന്തകളിലും നമ്മുടെയൊക്കെ ഓർമ്മകളിലും നമ്മുടെ ഈ സ്ഥാപനം എപ്പോഴും ഉണ്ടാവണം. അള്ളാഹു ഇതിനു വേണ്ടി തുടക്കം മുതൽ, ഇതൊരു വാടക കെട്ടിടത്തിൽ തുടക്കം കുറിച്ച് അന്നു മുതൽ 2017-18 ശേഷം നമ്മൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നത് വരേക്കും അതിന് ശേഷവും ഒക്കെ ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മരിച്ചുപോയ ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ജീവിച്ചിരിക്കുന്നവർ അവരുടെയൊക്കെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബത്തിലും അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. ഇവിടെ വരുന്ന രോഗികൾ അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ശിഫ കിട്ടി സന്തോഷത്തോടുകൂടെ പോകുന്ന കാഴ്ച കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ രോഗികളുടെ കൂടെ വന്നവരുണ്ട്, അവരെ സഹായിക്കാൻ വന്നവർ, രോഗികളായ ആൾ, എല്ലാവർക്കും ഈ നിമിഷം പടച്ചതമ്പുരാൻ ശിഫ വിധിക്കട്ടെ, അനുഗ്രഹം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ചെറിയൊരു പ്രാർത്ഥന നടത്തിയിട്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്.